നമ്മളൊന്ന് നോക്കുന്നത് കോറിലേഷൻ അനാലിസിസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ്. കോറിലേഷൻ അനാലിസിസ് എന്ന് പറയുമ്പോൾ അതിനു മുന്നേ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് വാട്ട് ഈസ് കോറിലേഷൻ എന്നുള്ളതാണ്. കോറിലേഷൻ റെഫേഴ്സ് ടു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്, റൈറ്റ്? ഇപ്പം രണ്ടോ രണ്ടിലധികം വേരിയബിൾസ് ഉണ്ടെങ്കിൽ ആ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുന്നതിനെയാണ് നമ്മൾ കോറിലേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവ തമ്മിലുള്ള ബന്ധങ്ങളെയാണ് നമ്മൾ കോറിലേഷൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള പഠനത്തിനെയാണ് നമ്മൾ കോറിലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. എത്രത്തോളം രണ്ട് വേരിയബിൾസ് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വേരിയബിൾസ് അടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ഒരുമിച്ച് നീങ്ങുന്നു, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടാണോ നീങ്ങുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതിനെയാണ് നമ്മൾ കോറിലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ, ഇഫ് ടു വേരിയബിൾസ് എക്സ് ആൻഡ് വൈ വേരി ഓർ മൂവ് ടുഗെദർ, റൈറ്റ്? അപ്പം ഇത് രണ്ടും ഒരുപോലെ മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂസ് കൂടുമ്പം വൈയുടെ വാല്യൂസും കൂടുകയോ, അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ കുറയുമ്പം വൈയുടെ വാല്യൂ കുറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ, റൈറ്റ്, അത് സെയിം ഡയറക്ഷനിലാവാം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനാവാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് സെയിം ഡയറക്ഷനാണ് അല്ല. എക്സിൻ്റെ വാല്യൂ മുകളിലോട്ട് പോകുമ്പോൾ വൈയുടെ വാല്യൂ മുകളിലോട്ട് പോകുന്നു, എക്സിൻ്റെ വാല്യൂ താഴോട്ട് വരുമ്പം വൈയുടെ വാല്യൂ താഴോട്ട് വരുന്നു. മറിച്ച് എക്സിൻ്റെ വാല്യൂ മുകളിലോട്ട് പോകുമ്പോൾ, റൈറ്റ്, വാല്യൂ ഓഫ് എക്സ് ഈസ് ഗോയിങ് അപ്പ് ബട്ട് വാല്യൂ ഓഫ് വൈ ഈസ് ഗോയിങ് ഡൗൺ. ഇങ്ങനെയുള്ള ഒരു മൂവ്മെൻറ്റും ആയിരിക്കാം. അത്തരം റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ വേരിയേഷൻ ഉണ്ടോ എന്നുള്ളത് പഠിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കോറിലേഷൻ അനാലിസിസ്. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? രണ്ട് വേരിയബിൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഓക്കെ, ഇനി ഇങ്ങനെ ഒരു പോയിന്റ് പറയുമ്പോഴും നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്, ദർ നീഡ് നോട്ട് ബി എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് ടു വേരിയബിൾസ് ഈവൻ ദോ ദേ ആർ കോറിലേറ്റഡ്. എന്ന് പറഞ്ഞാൽ അവിടെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാവണമെന്നില്ല. ചിലപ്പം കോറിലേഷൻ ഉണ്ടായെന്ന് വരാം, പക്ഷെ അവിടെ എന്തുണ്ടാവണമെന്നില്ല? കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ നീങ്ങുന്നത് വൈയുടെ വാല്യൂവിൽ ഉണ്ടാവുന്ന മാറ്റം കൊണ്ടാണ് എന്നുള്ളത് നമുക്ക് തീർത്തും പറയാനായിട്ട് സാധിക്കില്ല, റൈറ്റ്? അല്ലെങ്കിൽ വൈയുടെ വാല്യൂവിലുള്ള മാറ്റം എക്സിൻ്റെ ഒരു വാല്യൂവിലുള്ള മാറ്റം കൊണ്ടാണ് എന്നുള്ളതും നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ പറയാനായിട്ട് സാധിക്കില്ല. എപ്പോഴും അങ്ങനെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെ ഒരു കോസ് എഫക്റ്റ് ഒന്നിൻ്റെ റീസൺ ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. സോ മൂവിങ് ഓൺ, വി വിൽ ഹാവ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കോറിലേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഡെഫിനേഷൻ തന്നിരിക്കുന്നത് എന്നുള്ളത്. നമ്മൾ നെറ്റ് പോലത്തെ എക്സാമുകളിൽ ഈ ഡെഫിനേഷനുകളെല്ലാം ഒരു മാച്ച് ദി ഫോളോയിങ്ങായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അവിടെ ഒരു സൈഡിൽ ഡെഫിനേഷൻ തരും, മറ്റു സൈഡിൽ കുറച്ച് ആൾക്കാരുടെ പേര് കൊടുത്തിട്ടുണ്ടാവും. അതിനകത്തുനിന്ന് കോറിലേഷൻ ഡെഫിനേഷൻ ഉണ്ടെങ്കിൽ ആ കോറിലേഷൻ ഡെഫിനേഷൻ ആര് പറഞ്ഞാണെന്നുള്ളത് മനസ്സിലാവണം. അപ്പോൾ അത്തരം കേസുകളിൽ നമുക്കിത് വളരെ പ്രധാനപ്പെട്ടാണ്. ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ആദ്യം തന്നെ മീനിങ് ആണ്. കോറിലേഷൻ അനാലിസിസ് ഇസ് ആൻ അറ്റംപ്റ്റ് ടു എക്സാമിൻ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. നമ്മൾ നേരത്തെ പറഞ്ഞു കോറിലേഷൻ എന്ന് പറയുന്നത് രണ്ട് വേരിയബിൾ തമ്മിലുള്ള ബന്ധമാണ്. അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് അതിനെക്കുറിച്ച് ഇറ്റ് ഇസ് ആൻ അറ്റംപ്റ്റ് ടു എക്സാമിൻ. സോ വി ആർ സ്റ്റഡിയിങ് അബൌട്ട് വാട്ട് ഹാപ്പൻസ് ബിറ്റ്വീൻ ദീസ് ടു വേരിയബിൾസ്, റൈറ്റ്? വാട്ട് ഹാപ്പൻസ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്, റൈറ്റ്? അപ്പം അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് നമ്മൾ നടത്തുന്ന അറ്റംപ്റ്റ് അല്ലെങ്കിൽ പഠിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കോറിലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. It analyzes the association between two or more variables. It is a bivariate analysis. കോറിലേഷൻ എന്ന് പറയുന്നത് ഒരു ബൈവേരിയറ്റ് അനാലിസിസ് ആണ്. നമുക്ക് ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോറിലേഷൻ പഠിക്കുമ്പോൾ മൾട്ടിപ്പിൾ കോറിലേഷൻ പഠിക്കാനുണ്ട്. അത് നമുക്ക് പറയാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ആദ്യം അടുത്തതായിട്ട് നമുക്ക് എന്ത് നോക്കാം? വാട്ട് ഈസ് ദി ഡെഫിനേഷൻസ് ഓഫ് കോറിലേഷൻ. ആദ്യം തന്നെ ഇറ്റ് ഈസ് ഡെഫിനേഷൻ വിച്ച് ഈസ് ഗിവൺ ബൈ A.M. Tuttle, റൈറ്റ്? സോ അക്കോർഡിംഗ് ടു A.M. Tuttle, കോറിലേഷൻ ഈസ് ആൻ അനാലിസിസ് ഓഫ് കോവേരിയേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. രണ്ടിലധികം വേരിയബിൾസ് തമ്മിലുള്ള കോവേരിയേഷൻ്റെ ഒരു അനാലിസിസിനെയാണ് കോറിലേഷൻ അനാലിസിസ് അല്ലെങ്കിൽ കോറിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു യാ ലുൻ ചു, correlation analysis is an attempt to determine the degree of relationship between variables. So what is the degree of relationship? How far they are close to each other, how far they are against each other. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡിഗ്രിയും കൂടിയും, അതായത് എത്രത്തോളം അവർ അടുത്തിരിക്കുന്നു, എത്രത്തോളം അകന്നിരിക്കുന്നു, എത്രത്തോളം ഒരുമിച്ച് നീങ്ങുന്നു, എത്രത്തോളം ഓപ്പോസിറ്റായിട്ട് നീങ്ങുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പഠനം, റൈറ്റ്? അതിനെയാണ് നമ്മളിവിടെ കോറിലേഷൻ അനാലിസിസ് എന്ന് ആര് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? യാ ലുൻ ചു ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ഒരു കോറിലേഷൻ്റെ ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോറിലേഷൻ അനാലിസിസ് ഹെൽപ്സ് ടു നോ ദി ഡയറക്ഷൻ ഓഫ് റിലേഷൻഷിപ്പ് ആസ് വെൽ ആസ് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. എന്ന് പറഞ്ഞാൽ വിൽ നോ ഹൗ ദിസ് മൂവ്മെൻറ്റ് ഇസ് ഹാപ്പനിങ്, വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്.
അതുപോലെ തന്നെ ഇഫ് ഇറ്റ് ഈസ് പോസിറ്റീവ് ഹൗ ഫാർ ഇറ്റ് ഈസ് പോസിറ്റീവ്, എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്, എത്രത്തോളം വീക്ക് ആയിട്ടുള്ള പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. അതുപോലെ തന്നെ നെഗറ്റീവ് ആണെങ്കിൽ എത്രത്തോളം സ്ട്രോങ് നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്, എത്രത്തോളം വീക്ക് നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്. അവർ നമ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. കുറേ കൂടി എളുപ്പത്തിൽ ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടി എന്തിനുണ്ട്, കോറിലേഷൻ അനാലിസിസിൽ ഉണ്ട്. സോ വി കുഡ് നോ വാട്ട് ഈസ് എ ഡയറക്ഷൻ, പോസിറ്റീവ് ഓർ നെഗറ്റീവ്, ആസ് വെൽ ആസ് ദി number or coefficient of correlation will tell us the number, will give us a value which helps us to determine whether it is having a very strong or weak correlation between these two variables. Okay, അതിനെ അടുത്ത പോയിന്റിലേക്ക് കിടക്കാണ്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോറിലേഷൻ. കോറിലേഷനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യത്തത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷനാണ്. പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത് ഇഫ് ടു വേരിയബിൾസ് മൂവ് ഇൻ സെയിം ഡയറക്ഷൻ ദെൻ കോറിലേഷൻ ഈസ് പോസിറ്റീവ്. ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സും വൈയും രണ്ട് വേരിയബിൾ ആണെന്ന് വിചാരിക്കാം. എക്സിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് വൈയുടെ വാല്യൂ കൂടുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ സെയിം ഡയറക്ഷനിലാണ് മൂവ്മെൻറ്റ് അല്ലേ. അതുപോലെ തന്നെ എക്സിൻ്റെ വാല്യൂ കുറയുകയാണെങ്കിൽ വൈയുടെ വാല്യൂവും കുറയുന്നുണ്ട് എന്ന് വിചാരിക്കാം. അവിടെയും സെയിം ഡയറക്ഷനിലാണ് മൂവ്മെൻറ്റ് വന്നത്. അപ്പോൾ അത്തരം മൂവ്മെൻറ്റുകളുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോസിറ്റീവ് കോറിലേഷൻ എന്ന് വിളിക്കുന്നത്. അറ്റ് ദി സെയിം ടൈം ഇഫ് ടു വേരിയബിൾസ് മൂവ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ, അതായത് ഒരു വേരിയബിളിൻ്റെ വാല്യൂ കൂടുമ്പോൾ മറ്റ് വേരിയബിളിൻ്റെ വാല്യൂ കുറയുകയാണെന്ന് വിചാരിക്കാം. സോ വി കുഡ് സീ ദി മൂവ്മെൻറ്റ് ഇസ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ, രണ്ട് ഡിഫറെൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, റൈറ്റ്. അങ്ങനെ വരുമ്പം അതെന്താണ്, നെഗറ്റീവ് കോറിലേഷനാണ് ഉണ്ടാകുക. നെഗറ്റീവ് കോറിലേഷൻ എന്നാണ് അതിനെ പറയുക. ഓക്കെ, സോ പോസിറ്റീവ് കോറിലേഷൻ ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ. പിന്നെയുള്ളത് സിമ്പിൾ പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ ആണ്. സിമ്പിൾ പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. സിമ്പിൾ കോറിലേഷൻ ഇൻ എ കോറിലേഷൻ അനാലിസിസ് ഇഫ് ദർ ഈസ് ഓൺലി ടു ഡിഫറെൻറ്റ് വേരിയബിൾസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സും വൈയും എന്ന് പറയുന്ന രണ്ട് ഡിഫറെൻറ്റ് വേരിയബിൾസ് ഉള്ളൂ എന്ന് വിചാരിക്കാം, റൈറ്റ്. അങ്ങനെ രണ്ട് വേരിയബിൾസ് മാത്രമുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിമ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വെയിറ്റ് ആൻഡ് ഹൈറ്റ് അല്ല, വെയിറ്റും ഹൈറ്റും, പ്രൈസ് ഡിമാൻഡ്, പ്രൈസ് ആൻഡ് സപ്ലൈ, there is no other variables which is considered, right. അതിനെയാണ് സിമ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ഹാവ് പാർഷ്യൽ കോറിലേഷൻ. അതായത് രണ്ടിലധികം വേരിയബിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വെച്ചാൽ ഒരു പക്ഷേ നമുക്ക് എന്ത് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ, അതിനകത്തുനിന്ന് ഏതെങ്കിലും രണ്ട് വേരിയബിളിനെ കുറിച്ച് മാത്രമായിരിക്കും നമ്മൾ പഠനം നടത്തുന്നത്. അപ്പം നമ്മൾ ഒഴിവാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വേണ്ടാന്ന് വെക്കുന്ന ഒരു വേരിയബിൾ അതിനകത്ത് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോറിലേഷനാണ് നമ്മൾ പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയുന്നത്. വെൻ ദർ ആർ മോർ ദാൻ ടു വേരിയബിൾസ് ആൻഡ് വി സ്റ്റഡി ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എനി ടു വേരിയബിൾസ്, റൈറ്റ്. രണ്ട് വേരിയബിളിനെ മാത്രം പഠിക്കുകയും ബാക്കിയുള്ളതിനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് അസ്യൂം ചെയ്യുകയും ചെയ്യും ഈ സിറ്റുവേഷനിൽ. സോ അത്തരം കോറിലേഷനുകളെ നമ്മൾ പറയുന്നത് പാർഷ്യൽ കോറിലേഷനാണ്. അപ്പോൾ നിങ്ങൾ കൂടെ നോക്കിയാൽ മനസ്സിലാവും, ബിറ്റ്വീൻ വി ഹാവ് മോർ ദാൻ ടു വേരിയബിൾസ് we will be studying, or we study the relationship between any two variables only, right, assuming other variables as constant, right, assuming other variables are constant. Such type of correlation is known as partial correlation, right. So for example, the study of relationship between rainfall and agricultural produce, right, without considering the effect of other factors like seed, quality of soil, use of fertilizer, etc. We know that the yield of a particular agricultural produce doesn't only depends upon rain, അല്ലേ. റെയിന് മാത്രമായിട്ട് ബന്ധപ്പെടുത്തതല്ല, അല്ലെങ്കിൽ ഒരു ഫെർട്ടിലൈസർ മാത്രമായിട്ട് ബന്ധപ്പെടുത്തി കിടക്കുന്ന ഒരു കാര്യമല്ല അതിൻ്റെ ഈൽഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഡിപ്പെൻസ് ഓൺ മെനി അതർ ഫാക്ടേഴ്സ്, റൈറ്റ്. അപ്പം നമ്മൾ പക്ഷേ പഠനം നടത്തുമ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണത്തിനെ കുറിച്ചുള്ള റിലേഷൻഷിപ്പ് മാത്രം പഠിക്കുന്നു, ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ള അസംഷനിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അത്തരം കോറിലേഷനുകളെ നമ്മൾ എന്ത് വിളിക്കും, പാർഷ്യൽ കോറിലേഷൻ എന്ന് വിളിക്കും. അടുത്ത് വരുന്നത് മൾട്ടിപ്പിൾ കോറിലേഷനാണ്. when there are more than two variables and we study the relationship between one variable and all the other variables taken together. അതായത് നമുക്ക് എക്സ് വൈ സെഡ് ഉണ്ടെന്ന് വിചാരിക്കാം, റൈറ്റ്. നമ്മളിങ്ങനെ പഠിക്കും, എക്സിനെ എടുക്കും ആൻഡ് വൈ സെഡിനെ വി കൺസിഡർ ഇറ്റ് ആസ് 1, then we will do a correlation analysis എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ വിൽ സ്റ്റഡി അബൌട്ട് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ, വിൽ സ്റ്റഡി കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് സെഡ് ആസ് വെൽ ആസ് വൈ ആൻഡ് സെഡ്, റൈറ്റ്. അപ്പോൾ ഇങ്ങനെയെല്ലാം നമ്മൾ കോറിലേഷൻ നമ്മൾ പഠിക്കും. ഏതിനകത്ത്, മൾട്ടിപ്പിൾ കോറിലേഷൻ ആണെങ്കിൽ സപ്പോസ് ദർ ആർ 3 വേരിയബിൾസ്, നെയിംലി എക്സ് വൈ സെഡ്, ദി കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ സെഡ് ടേക്കൻ ടുഗദർ ഈസ് മൾട്ടിപ്പിൾ കോറിലേഷൻ. Okay, so other type, next type, it is known as linear and non-linear correlation. So linear correlation എന്താണ്? Linear correlation
when the amount of change in one variable leads to a constant ratio of change in another variable. എന്ന് പറഞ്ഞാൽ എക്സ് ഒരു 10% മൂവ് ചെയ്തു വിചാരിക്കുക, വൈയും 10% തന്നെ മൂവ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും എക്സ് 10% മൂവ് ചെയ്യുമ്പോൾ വൈ 10%, അല്ലെങ്കിൽ ആനുപാതികമായിട്ട് ആണ് വൈ എപ്പോഴും മൂവ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ ചിലപ്പം എക്സ് 10% ആണെങ്കിൽ വൈ 12% മൂവ് ചെയ്യുന്നു. അതെപ്പോഴും അങ്ങനെ തന്നെ. എക്സ് എപ്പോഴേക്കും 10% മൂവ് ചെയ്യുന്നുണ്ടോ അപ്പോഴെല്ലാം വൈയും 12% മൂവ് ചെയ്യുന്നു. റൈറ്റ്. അപ്പം ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോയിലാണ് എപ്പോഴും മൂവ്മെൻറ്റ് നടക്കുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും ആ ഒരു ഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫ് എന്തായിരിക്കും, ഒരു ലീനിയർ ഗ്രാഫ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുക. ഓക്കെ. in such case we will say we have linear correlation ഉണ്ടെന്ന് അപ്പോഴാണ് പറയുക. ഓക്കെ. അപ്പം ഗ്രാഫിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്ന രീതിയിൽ ഒരു വേരിയബിളിൻ്റെ വേരിയേഷൻ മറ്റൊരു വേരിയബിളിൻ്റെ വേരിയേഷനിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം, അവ തമ്മിലുള്ള ബന്ധത്തിനെ നമുക്ക് ലീനിയർ കോറിലേഷൻ എന്ന് വിളിക്കാം. ഓക്കെ. സോ ഒബിയസ്ലി ലീനിയർ കോറിലേഷൻ അതാണെങ്കിൽ വിൽ ഹാവ് നോൺ ലീനിയർ കോറിലേഷൻ. അപ്പോൾ എന്ത് സംഭവിക്കും, വിൽ നോട്ട് ബി ഹാവിങ് എനി കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് അല്ലേ. സോ when the amount of change in one variable does not lead to constant ratio of change in another variable, the relationship is called non-linear correlation. ഓക്കെ. അപ്പോൾ അത്തരം എക്സിൻ്റെ വാല്യൂ 10% കൂടുമ്പോൾ വൈയുടെ വാല്യൂ ചിലപ്പോൾ എപ്പോഴും 10% കൂടുന്നില്ല, ചിലപ്പം 8% ആയിരുന്നുണ്ടാവും. അത് കഴിഞ്ഞ് വീണ്ടും എക്സിൻ്റെ വാല്യൂ 10% മാറുമ്പോൾ വൈയുടെ വാല്യൂ അതിന് അനുസൃതമായിട്ട് പ്രൊപ്പോർഷനായിട്ട് ആയിരിക്കില്ല, ചിലപ്പോൾ ഇവിടെ 12% മാറിയിട്ടുണ്ടാവും. റൈറ്റ്. അങ്ങനെ ഒരു മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഒന്നും വരുന്നില്ലെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം, നോൺ ലീനിയർ റിലേഷൻഷിപ്പ് എന്ന് വിളിക്കാം. ഇത്തരത്തിൽ ഇവിടെ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ വിൽ ഗെറ്റ് കർവ് ഇൻ നേച്ചർ. സ്ട്രെയിറ്റ് ലൈൻ അല്ല കിട്ടുക, കർവ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ കർവി ലീനിയർ കോറിലേഷൻ എന്നും കൂടി വിളിക്കുന്നുണ്ട്. സോ ഒരു വൺ വേർഡ് അല്ലെങ്കിൽ ഒരു നെയിം നെറ്റ് എക്സാമിനേക്കും ചോദിക്കുന്നൊരു പേരാണ് വാട്ട് ഈസ് കർവി ലീനിയർ കോറിലേഷൻ എന്നുള്ളത്. അപ്പം കർവി ലീനിയർ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് നോൺ ലീനിയർ കോറിലേഷൻ. Okay, so with that we are completing the types of correlation. Thank you.